ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു കുഞ്ഞൊരു ഹാഫ് ഡേ ഒരു വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അങ്ങനെ കാലത്ത് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മോൻ്റെ സ്കൂളിലേക്കായിരുന്നു. സ്കൂളിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നുണ്ടായിരുന്നത്. ഈ ഒരു പൈനാപ്പിൾ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തുമ്പോഴുണ്ടല്ലോ, അതിപ്പോൾ എത്ര പ്രാവശ്യം അതിന് മുന്നുകൂടെ പോയാലും അതൊന്ന് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് തോന്നും. കാരണം ഒരു പ്രത്യേകത ഉണ്ടല്ലോ അത് കാണുമ്പോൾ. എപ്പോഴായാലും അത് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് കാലത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ ആ ഒരു ബ്ലൂ സ്കൈയും പിന്നെ ആ രണ്ട് ബിൽഡിങ്ങും ഇങ്ങനെ നിൽക്കുന്നതും ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഈ ഒരു മോസ്കിൻ്റെ കാര്യം തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അത് എന്താ പറയുക, അബുദാബി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ഷെയ്ഖ് സയദ് മോസ്ക് തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ രാവിലത്തെ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുന്നത് വലിയ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇതുപോലെയുള്ള ചില സമയങ്ങളിൽ നമുക്ക് ഇറങ്ങാണ്ടിരിക്കാനും പറ്റില്ല. സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ മോനുണ്ടെങ്കിലും പിന്നെ അവിടെ പോയിട്ട് നമ്മൾ അവനവിടെ ക്ലാസ്സിലിരുത്തി പോരുമെന്നൊക്കെ ആയിരുന്നു ഒരു ചെറിയ പേടി. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാറിൽ കയറിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ടൈമായിട്ടോ. ഇനി നമ്മൾ നമ്മുടെ വീടെത്തുമ്പോഴേക്കും ഉച്ചയാവും, നമ്മുടെ ലഞ്ചിൻ്റെ ഒക്കെ ടൈമാവും. അപ്പോൾ പിന്നെ പോണ വഴിക്ക് തന്നെ നമുക്ക് എവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഫുഡായാലും നമ്മൾ കാലത്ത് തന്നെ കഴിഞ്ഞിറങ്ങിയ കാരണം ഒന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഇനി റെഡിയാക്കി വരുമ്പോഴായാലും ടൈം എടുക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും നമുക്ക് ഇവിടെ അടുത്തുനിന്ന് എവിടെയെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. നമ്മളാരും തന്നെ പിന്നെ ഫുഡ് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരല്ല. അങ്ങനെ വെറൈറ്റി കഴിക്കണമെന്നൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് എന്താണോ വാങ്ങിക്കുക അതൊക്കെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. ഇനി എങ്ങാനും വെറൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അത് കഴിക്കാൻ പറ്റാണ്ടായാലോ എന്നുള്ളൊരു പേടിയും ചെറുതായിട്ടുണ്ട്. നമ്മൾ പതിവ് പോലെ ബിരിയാണിയൊക്കെ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി മീൽസൊക്കെ തന്നെയായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഒരു ചട്ടിച്ചോറാണ് വാങ്ങിച്ചത്. അപ്പം എൻ്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി മക്കൾക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ആയിരുന്നു അടുത്തത്. അങ്ങനെ എന്തൊക്കെയോ അവരെ രണ്ടാളെ കൊണ്ടൊക്കെ കഴിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഡൽമ മാളിലുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ മോളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് എന്താ പറയുക, നമുക്ക് എപ്പോഴും ഷോപ്പിംഗ് എന്നുള്ള ഒരു വിചാരത്തോടെയല്ല നമ്മൾ പലപ്പോഴും മാളിലേക്ക് പോവുക. അവിടെ വെറുതെ പോയി കാണുമ്പോൾ എന്തെങ്കിലും അവിടെ കാണുന്നത് ഇഷ്ടപ്പെടുമ്പോൾ എടുക്കാമല്ലോ എന്നുള്ളതിലായിരുന്നു പോയത്. എന്തായാലും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയപ്പോൾ വീട്ടിലെത്തിയിട്ടായാലും നമുക്ക് വേറെ പണികളൊന്നും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡൽമ മാളിലേക്കാണ് അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെയാണെങ്കിലും ഈ രാവിലത്തെ ടൈമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പാർക്കിംഗ് ആയാലും മാളിൻ്റെ അകത്തായാലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മാളിനകത്തോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ഇങ്ങനത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ കണ്ടിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാരണം ഇവിടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ഗിറ്റാറൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മ്യൂസിക്കൽ ക്ലാസ്സസ്, മ്യൂസിക് ആൻഡ് ഡാൻസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ടൊക്കെ അവിടെ ഒരു ബോർഡ് കണ്ടപ്പോഴാണ് അവിടെ എത്രയാണ് അതിൻ്റെ റേറ്റെന്നും ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കയറിയത്. പിന്നെ ഇവരെ രണ്ടാളും കൂടി കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഓരോ എന്താ പറയുക ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അതിൽ കുട്ടിയും തട്ടിയൊക്കെ അവർ നോക്കണുണ്ടായിരുന്നു. അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അവിടെ നിന്നില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ സൈഡിലേക്കായിരുന്നു പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മെയിൻ ഒരു ഏരിയ അല്ലെങ്കിൽ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് ഡ്രസ്സുകളുടെ ഒരു സെക്ഷൻ തന്നെയാണ്. അങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോൾ നോക്കി, പക്ഷെ എന്നാലും വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് എന്താ പറയുക ഇതുപോലെ എല്ലാ ഐറ്റംസൊക്കെ നോക്കി. ചെരുപ്പുകളൊക്കെ കുറച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഷൂസ് ആയാലും അങ്ങനെ എല്ലാതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും വാങ്ങിക്കാനായിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ വെറുതെ നോക്കിയേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്ക് പിന്നെ ഇതുപോലെയുള്ള കുറച്ച് ഇതിൽ ടോയ്സിൽ ഒരു 2 കുഞ്ഞി ക്യാമറാസ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു ക്യാമറയിൽ നമ്മൾ എടുത്തിട്ട് അതിലിങ്ങനെ പിക്ചേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്നത് നമ്മുടെയൊക്കെ സമയത്ത് നമ്മുടെ പള്ളിപ്പെരുന്നാളിനും അങ്ങനെയൊക്കെ കാണുന്നതിൻ്റെ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് കൂടിയ ഒരു വേർഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ മക്കൾക്ക് ഒരു 2 ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും പിന്നെ ഒരു 3 മണി 3:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഇൻഡോർ ആക്ടിവിറ്റീസ് ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. അപ്പോൾ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകാന്നുള്ളത് ഈ ഒരു ചൂടിന് സമയമായതുകൊണ്ട് പകൽ സമയത്ത് പ്രത്യേകിച്ച്. രാത്രി പിന്നെയും കുറച്ച് കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങോട്ടെങ്കിലും വേണമെങ്കിൽ ഇറങ്ങാം. അപ്പോഴേക്കും അത്യാവശ്യം ട്രാഫിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഓഫീസ് ടൈമൊക്കെ കഴിയുന്ന ഒരു ഇതായതുകൊണ്ടായിരിക്കാം ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം ട്രാഫിക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങളാണിത്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും കാണിക്കാത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെയും സ്കൂളിൽ പോയിട്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നുള്ളതായിരുന്നു. അല്ലാതെ ഇതിനിടയിൽ ഈ ഒരു ഷോപ്പിങ്ങോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ സ്കൂളിലെത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ആകെ നമ്മുടെ സമയമൊക്കെ മാറി. കാരണം ഉച്ച തന്നെ ആയി അവിടുത്തെ കഴിഞ്ഞിറങ്ങിയപ്പോൾ. അപ്പോൾ പിന്നെ വീടെത്തി ഫുഡ് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ഇതിനിടയിൽ ഈ പണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.